കാറ്റിനെ മനസ്സിലാക്കിയ അനില. അനില ഒരു ചെറിയ കുട്ടിയായിരുന്നു. അവൾക്ക് കാറ്റിനെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. കാറ്റ് എവിടെ നിന്നാണ് വരുന്നത്? അതിന് എന്ത് നിറമാണ്? അവൾ ചിന്തിച്ചു. ഒരു ദിവസം അവൾ പൂന്തോട്ടത്തിൽ കളിക്കുമ്പോൾ കാറ്റ് ഇലകളെ തുള്ളിച്ചാടിക്കുന്നത് കണ്ടു. അപ്പോൾ കാറ്റിന് ഇലകളെ ചലിപ്പിക്കാൻ കഴിയും, അവൾ പറഞ്ഞു. അവൾ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മ, കാറ്റിനെ കാണാൻ പറ്റില്ല, പക്ഷെ അതിന് ഇലകളെ ചലിപ്പിക്കാൻ പറ്റുമല്ലോ, അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശരിയാണ് എന്റെ കുഞ്ഞേ, കാറ്റ് ഒരു അദൃശ്യശക്തിയാണ്. അടുത്ത ദിവസം അനില ഒരു പട്ടം പറത്താൻ പോയി. കാറ്റ് പട്ടത്തെ ആകാശത്തേക്ക് ഉയർത്തുന്നത് അവൾ കണ്ടു. അതിന് പറക്കാൻ സഹായിക്കാനും കഴിയുമല്ലോ, അവൾ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. അവൾ വീണ്ടും അമ്മയോട് ചോദിച്ചു, അമ്മ, കാറ്റിന് പട്ടത്തെ പറത്താൻ കഴിയുമെങ്കിൽ അതിന് വലിയ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമോ? അമ്മ അവളെ അടുത്തുള്ള ഒരു കാറ്റാടിയന്ത്രത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. നോക്കൂ അനില, കാറ്റ് ഈ വലിയ യന്ത്രത്തെ കറക്കി വൈദ്യുതിയുണ്ടാക്കുന്നു. അനില അത്ഭുതത്തോടെ കാറ്റാടിയന്ത്രം കറങ്ങുന്നത് കണ്ടു. കാറ്റ് എത്ര ശക്തമാണെന്ന് അവൾക്ക് മനസ്സിലായി. കാറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അല്ലേ അമ്മ? അനില ചോദിച്ചു. അതിന് ഇലകളെ ചലിപ്പിക്കാൻ കഴിയും, പട്ടത്തെ പറത്താൻ കഴിയും, വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. അമ്മ തലോടിക്കൊണ്ടു പറഞ്ഞു, അതെ അനില, കാറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനെ കാണാൻ കഴിയില്ലെങ്കിലും അതിന്റെ ശക്തി നമുക്ക് എല്ലായിടത്തും അനുഭവിക്കാൻ കഴിയും. അനില പുഞ്ചിരിച്ചു. അവൾക്കിപ്പോൾ കാറ്റിനെ നന്നായി മനസ്സിലായി.